ഇനി ഞാൻ എല്ലാ കൊല്ലം ഒരു സിനിമയാണ് എടുക്കുന്നത്. 2012 ആദ്യത്തെ സിനിമ എടുക്കുന്നത് ഡാത്തടിയ. ഈ 2022 കഴിഞ്ഞ് പിന്നെ ഇത് വന്നത് ഈ പൊണ്ണുമ്പുറോട്ട് ഇറങ്ങിയിട്ടില്ല. ഉണ്ണിയെ ഈ സിനിമ കഥ പറയാൻ വന്നപ്പം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ 1 മണിക്കൂറിനുള്ളിൽ കഥ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞത്. ഇന്ന് വരെ കഥ പറയാനും വരുന്നവരല്ല 1 മണിക്കൂർ പറഞ്ഞാലും 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ടാണ്. ഇത് 1 മണിക്കൂർ പറഞ്ഞ് 50 മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞു തീർത്തു. അത് എനിക്ക് ഉണ്ണിയിലൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു, അത് ഇച്ചിരിയൊന്നും അല്ല കൂടിയത്, ഇരട്ടിക്ക് മുകളിൽ കൂടി. പിന്നെ എനിക്കിത് എന്നാത്ത കേസ് കൂടിയും ആൻഡ്രോട് കുഞ്ഞപ്പിനും ഒക്കെ ഇത് അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ട് വലിയൊരു ഹാർട്ട് അറ്റാക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും സർവനാഥൻ സാർ, അൽഫോൺസ് പുത്രൻ, പൂർണിമ, പ്രീതി, ഷെയ്ന്, ശാന്തനുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശാന്തനുവിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ശാന്തനുവിന്റെ ഒരു സിനിമയും കണ്ടില്ല. ഒറ്റ കാര്യം ചിന്തിച്ചുള്ളൂ, എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയാണ് മുന്താണെ മുടിച്ചു, ഭാഗ്യരാജ്. പിന്നെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഏറ്റവും വലിയ നടിയാണ് പൂർണിമ ജയറാം. ഞങ്ങളൊക്കെ അന്ന് ബോംബെ ഡൈങ്ങിന്റെ കലണ്ടറിലെ പടങ്ങളാണ് എല്ലാ കൊല്ലം വരുന്നതിൽ ഒന്ന് പൂർണിമ മുറിയിലൊക്കെ തൂക്കി ഇട്ടുകൊണ്ടിരുന്ന ഇതാണ്. ആ 2 പേരുടെയും മകൻ ഒരിക്കലും മോശമാകത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. എന്തായാലും ഈ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതിനു മുമ്പുള്ള സായി അബ്ബങ്ക ഇനിയും സായി അബ്ബങ്കാരനെ വെച്ച് മലയാളത്തിൽ ഒരാൾക്ക് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം അത്രത്തോളം വളർന്നുപോയി. എന്നാലും ഞാനൊക്കെ ഞാനും ബിനുവൊക്കെ ഒരു ഹോളിവുഡോ അല്ലെ ട്രോളിവുഡോ ചെയ്യുന്ന സമയത്ത് വരും അങ്ങനെ പൈസ ഒക്കെ ആയിട്ട്. താങ്ക് യു. എന്നാലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു. വളരെ വളരെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക്. ഞാൻ സാധാരണ എന്റെ ഒരു സിനിമയിൽ ഒഴിച്ച്, നീരാളി എന്നുള്ള സിനിമയിൽ ഒഴിച്ച് കേരളത്തിന് പുറത്തൊരു വർക്കും ചെയ്യാൻ ആരും സമ്മതിക്കാറില്ല. ഇത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യമായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ സായി അബ്ബങ്കാറിൽ വന്നേക്കുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. വളരെ യങ് ടാലന്റ് ആണ്. ഇന്ന് ഏറ്റവും അറിയാമല്ലോ, എല്ലാവർക്കും കത്തി ജ്വലിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ സിനിമയിൽ ജോയിൻ ചെയ്തു. എന്റെ കഴിഞ്ഞ സിനിമകളെ വരവേറ്റ അതേപോലെ ഈ സിനിമയും വരവേൽക്കണം. അതുപോലെ എല്ലാം ഈ സിനിമ ആണെന്നാണ് എന്റെയും ബിനുവിന്റെയും വിശ്വാസം. അവസാനമായിട്ട് ബിനു എന്ന പ്രൊഡ്യൂസർ, ഈ സിനിമയിലാണ് ഞാനും ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയത്. മഹേഷിന്റെ പ്രതികാര സിനിമയിൽ ഞാൻ സ്വിച്ച് ഓണിന് പോയി. അത് കഴിഞ്ഞ് എനിക്ക് വന്നത് 2 പ്രാവശ്യം. എന്നാൽത്താൻ കേസ് കൊടുക്കുന്ന സിനിമയ്ക്ക് ഇതൊക്കെ തന്നെ ആൻഡ്രോട് കുഞ്ഞപ്പിനൊക്കെ 2-3 പ്രാവശ്യം. ഇങ്ങനെ ബിനു പോകുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കണം ഞാനും പ്രൊഡ്യൂസറാണ്, ഞാൻ പോയില്ലെങ്കിൽ ആൾക്കാർ പുള്ളി എന്നാ വിചാരിക്കും, നാട്ടുകാർ എന്നാ വിചാരിക്കും, അല്ലെ പുള്ളി മാത്രം പ്രൊഡ്യൂസർ എന്ന് അവിടെ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാനൊരു 10-25-30 ദിവസം പോയി. എല്ലാ കാര്യത്തിലും ഒരു സാധാരണ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ, ഞാൻ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ അധികം താല്പര്യപ്പെടാത്ത ആളാണ്. ചെയ്യുമ്പം ആ അപ്പുറത്തേക്കുന്ന പാർട്ണർക്ക് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത വന്നാൽ ഇതൊക്കെ എവിടെയും പാളിപ്പോവാം. കാരണം ഡബിൾ ബഡ്ജറ്റ് ഒരു ആദ്യത്തെ സിനിമയാണ്. പുള്ളിക്ക് വേണമെങ്കിൽ വിചാരിക്കാൻ മറ്റേ പ്രൊഡ്യൂസർ എടുത്തോണ്ട് പോകുന്നതാണ്. മലയാളത്തിൽ പലപ്പോഴും അങ്ങനെ നടന്നിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ എന്ത് പറയുന്നു, അല്ലെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്ത് എടുത്ത സിനിമയാണ് ഈ സിനിമ.